നീർച്ചാൽ തേടുന്ന മാൻപേടയെ പോലെ ദൈവമേ എൻ്റെ ഹൃദയം അങ്ങയെ തേടുന്നു. 42-ാം സങ്കീർത്തനം അതിൻ്റെ 1-ാം തിരുലിഖിതം. വളരെ മനോഹരമായൊരു സങ്കീർത്തനമാണ്. കർത്താവിനോടുള്ള തീക്ഷ്ണതയെക്കുറിച്ച് പറയാൻ എനിക്ക് തോന്നുന്ന ഇതിനേക്കാൾ നല്ലൊരു ഉദാഹരണം ലോകത്തിലുണ്ടാകില്ല. ഈശ്വൽ പ്രിയപ്പെട്ടവരെ, സങ്കീർത്തകൻ ഈ വചനം എഴുതുമ്പോൾ ചരിത്രത്തിലെ ഒരു സംഭവമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാകാം ഈ വചനം എഴുതുക. പണ്ട് യൂദയ മരുഭൂമികളിൽ, പ്രത്യേകിച്ച് വരൾച്ചയുടെ കാലഘട്ടത്തിൽ വെള്ളമില്ലാത്തത് കൊണ്ട് ഈ കാട്ടുമൃഗങ്ങൾ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഇങ്ങനെ ദാഹജലത്തിന് വേണ്ടി പരക്കം പാഞ്ഞോടും. എങ്ങനെയും കുറച്ച് ദാഹജലം കിട്ടിയില്ലെങ്കിൽ ഈ വറ്റങ്ങൾ ആ മരുഭൂമിയിൽ കടന്ന് ചാകും. അപ്പോൾ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഓട്ടം ഉണ്ടല്ലോ, ഒരു തീഷ്ണത, അത് ഭയങ്കരമാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു വലിയ തീഷ്ണതയാണ്. ഈ തീഷ്ണത കണ്ടു കഴിഞ്ഞപ്പോൾ സങ്കീർത്തകന് മനസ്സിലായി, ഇതുപോലെ ഒരു തീഷ്ണത മനുഷ്യർക്കും ഉണ്ടായിരിക്കണം, ദൈവമക്കൾക്കും ഉണ്ടായിരിക്കണം. അപ്പോൾ സങ്കീർത്തകൻ ഈ വചനം എഴുതുക, ഒന്നുകിൽ ഇത് നേരിട്ട് കണ്ട ആ സമയം, അല്ലെങ്കിൽ പിന്നീട് ഈ കാര്യങ്ങൾ ഓർത്ത് ആത്മാവിനാൽ പ്രേരിതമായിട്ട് എഴുതിയിട്ടുണ്ടാകാം. എന്നായാലും ഒരു സംഭവമായിട്ട് ബന്ധപ്പെടുത്തി എഴുതിയ വളരെ മനോഹരമായൊരു വചനമാണ് സങ്കീർത്തനങ്ങൾ 42:1. പക്ഷേ എൻ്റെ മനസ്സിൽ ഇവിടെ വേറൊരു ചോദ്യം ഉയർന്നു. ആ ചോദ്യം ഇതാണ്. അതായത് സങ്കീർത്തകൻ അന്ന് അനേകം മൃഗങ്ങളെ കണ്ടിട്ടുണ്ടാവുമല്ലോ, എന്തിനാണ് ഈ മാനിനെ കുറിച്ച് മാത്രം ഇവിടെ പറയുന്നത്? മാൻ ഓടുന്നതിനെക്കുറിച്ച് മാത്രം എന്താ ഇവിടെ പറയുന്നത്? ഇതിൻ്റെ ഉത്തരം നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ 2 സാമുവേൽ 22-ാം അധ്യായം അതിൻ്റെ 34-ാം തിരുലിഖിതത്തിലേക്ക് പോകണം. അവിടുന്ന് എൻ്റെ കാലുകൾക്ക് മാൻപേടയുടെ വേഗം നൽകി, ഉന്നതഗിരിയിൽ എന്നെ സുരക്ഷിതനായിട്ട് നിർത്തി. ഇതിനർത്ഥം ഇങ്ങനെയാണ്, മാൻപേടയുടെ വേഗത കർത്താവ് ദാവീദിന് നൽകി. അത്രയും വലിയൊരു വേഗത നൽകിയതുകൊണ്ട് അവന് ഉന്നതഗിരിയിലെത്താനായിട്ട് പറ്റി. അതുകൊണ്ട് അവൻ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. മാൻപേടയെ സൂചിപ്പിക്കുന്നത് വേഗതയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. ഈ വേഗത ഉണ്ടായിരുന്നത് കൊണ്ടാണ് ദാവീദ് രക്ഷപ്പെട്ടത്. ഈ വേഗത ഉണ്ടായിരുന്നത് കൊണ്ടാണ് മാനുകൾക്ക് എളുപ്പത്തിൽ പോയിട്ട് വെള്ളം കുടിക്കാനായിട്ട് പറ്റിയത്, ജീവൻ നിലനിർത്താനായിട്ട് പറ്റിയത്. പ്രിയപ്പെട്ടവരെ, മാൻപേടയുടെ വേഗത ഒരു ദൈവമക്കളിൽ ഉണ്ടായിരിക്കണം. കർത്താവിൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ കർത്താവിനോടുള്ള തീഷ്ണതയിൽ ഒരു മാൻപേടയുടെ വേഗത ഉണ്ടായിരിക്കണമെന്നാണ് സങ്കീർത്തനം നമുക്ക് പറഞ്ഞു തരിക. അപ്പോൾ നമ്മൾ ചിന്തിക്കും, രാവിലെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പോകുന്നു, പള്ളിയിലേക്ക് പോവാണ്, അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്, എല്ലാ ദിവസവും നടന്നാണ് പോകുന്നത്, ഇനി ഓടിപ്പോയേക്കാം. അങ്ങനെയാണോ? അല്ല. അല്ലെങ്കിൽ എല്ലാ ദിവസവും നടന്നായിരുന്നു പോകുന്നത്, ഇനി ഒരു സ്കൂട്ടറിന് അല്ലെങ്കിൽ ഒരു കാറിൽ പോയേക്കാം എന്നാണോ ഇതിനർത്ഥം? അല്ല. പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്, കർത്താവിൻ്റെ അടുക്കലേക്ക് പെട്ടെന്ന് പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താമസം ഉണ്ടാകാനായിട്ട് പാടില്ല. നാളത്തേക്ക് മാറ്റിവെക്കരുത്, അതാണ് ഇതിനർത്ഥം. അടുത്ത മാസത്തേക്ക് മാറ്റിവെക്കരുത്, അടുത്ത വർഷത്തേക്ക് മാറ്റിവെക്കരുത്, നമ്മുടെ ഇഷ്ടത്തിനും അല്ലെങ്കിൽ നമ്മുടെ സൗകര്യങ്ങൾക്കും അനുസരിച്ച് മാറ്റിവെക്കരുത്. ചിലവരൊക്കെ പറയും, കുറച്ചും കൂടെ പ്രായമാകട്ടെ, ഇപ്പം ഇച്ചിരി അടിച്ചു പൊളിച്ച് നടക്കാം, കുറച്ച് പ്രായമൊക്കെ ആകുമ്പോൾ കർത്താവിൻ്റെ അടുക്കലേക്ക് കടന്നു വരാം, പ്രാർത്ഥനയിലേക്ക് കടന്നു വരാം, അപ്പോൾ ധ്യാനം കൂടാം എന്നൊക്കെ പലരും പറയും. പ്രിയപ്പെട്ടവരെ, മക്കയാട് ധ്യാന കേന്ദ്രത്തിൽ ഞാൻ ധ്യാനിപ്പിക്കുന്ന സമയത്ത് അവിടെ ഒരു സംഭവം ഉണ്ടായി. രോഗികൾ ധ്യാനം കൂടുന്നത്, രോഗികളായിട്ടുള്ളവർ കടന്നാണ് ധ്യാനം കൂടുന്നത്. ധ്യാന ഹോളിൻ്റെ താഴെ ഭാഗത്ത് ഒരു ഹോളിൽ TV-യിലാണ് അവർ ഈ ശുശ്രൂഷകൾ മുഴുവൻ കാണുന്നത്. കാരണം അവർക്ക് ധ്യാന ഹോളിലേക്ക് നടന്നു പോകാനായിട്ട് പറ്റില്ല. അങ്ങനെ ഒരിക്കൽ ഒരു രോഗിയെ കാണുവാനും അദ്ദേഹത്തെ കുമ്പസാരിപ്പിക്കാനായിട്ട് ഞാൻ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കുമ്പസാരൊക്കെ കഴിഞ്ഞ് ഇദ്ദേഹത്തോട് കുറച്ചു നേരം സംസാരിച്ചു. അന്നേരം ആ സഹോദരനോട് പറഞ്ഞൊരു വാക്ക് ഇതാണ്, അതായത്, അച്ഛാ, ഈ ധ്യാന കേന്ദ്രത്തിലേക്ക് ഞാൻ കുറച്ചും കൂടെ നേരത്തെ വരേണ്ടതായിരുന്നു, അങ്ങനെ വന്നിരുന്നെങ്കിൽ എനിക്കിത് സംഭവിക്കില്ലായിരുന്നു. അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ്. പ്രിയപ്പെട്ടവരെ, ഇതാണ് വേഗത കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ താമസിക്കുമ്പോൾ, നമ്മൾ മാറ്റിവെക്കുമ്പോൾ കിട്ടേണ്ട അനുഗ്രഹങ്ങൾ നമ്മൾ തടഞ്ഞു വെക്കുകയാണ്. ചിലവരൊക്കെ ഒത്തിരി വർഷങ്ങൾക്ക് പുറകിലാണ് കിടക്കുന്നത്. ചിലവരുടെയൊക്കെ വിവാഹമോ അല്ലെങ്കിൽ ചിലരുടെ ജോലി മേഖലകളോ അല്ലെങ്കിൽ ചിലരുടെ പല ജീവിത തലങ്ങളിൽ ഉണ്ടാകേണ്ട അനുഗ്രഹങ്ങളൊന്നും ഇപ്പോഴും നടന്നിട്ടില്ല. കാരണം അവർ പോകേണ്ട ഒരു സമയത്ത് അല്ലെങ്കിൽ പ്രാർത്ഥിക്കേണ്ട ഒരു സമയത്ത് പള്ളിയിലേക്ക് പോയിട്ടില്ല, ഒത്തിരി താമസിപ്പിച്ചിട്ടുണ്ട്. ദൈവത്തിലേക്ക് കടന്നു വരെ ഒത്തിരി വൈകി പോയിട്ടുണ്ട്. വിശുദ്ധ അഗസ്റ്റിനോസ് ഒരിക്കലും പറഞ്ഞില്ലേ, കർത്താവെ, അങ്ങയുടെ സന്നിധിയിലേക്ക് വരാനായിട്ട് ഞാൻ താമസിച്ചു പോയി, അങ്ങയെ സ്നേഹിക്കാനായിട്ട് ഞാൻ താമസിച്ചു പോയി. വിശുദ്ധ അഗസ്റ്റിനോസ് ഇതിനെ ഓർത്ത് ഒത്തിരി ദുഃഖിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മളിലേക്ക് ഇതുപോലെയുള്ള താമസങ്ങൾ വരാതിരിക്കട്ടെ. അങ്ങനെ വരാതിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ അനുഗ്രഹം സമയത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. ഈ ഒരു അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രത്യേകം ആശീർവാദം സ്വീകരിക്കാം.